ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശാൻ അങ്ങ് ഇറങ്ങി പോവുക. അപ്പോൾ നമ്മുടെ ഇക്ക ഇറങ്ങിയപ്പോഴത്തേക്കും അവരെല്ലാവരും സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. സച്ചിക്ക് കാര്യം മനസ്സിലായി. അതെ, പോവല്ലേ അവിടെ നിന്നേ എന്ന് പറഞ്ഞ സച്ചി നേരെ ഇക്കാൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിയും പിന്നാലെ ഉണ്ടേ, ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ച് നിൽക്കുന്നു. എന്തു പറ്റി, എന്താണെന്ന് ചോദിച്ചു. അപ്പം നിങ്ങളൊരു നല്ല നടനാണ് കേട്ടോ, അപ്പം താങ്ക് യു എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഒരാൾ പോലും സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് തരുന്നില്ല. പറഞ്ഞു പറ്റിക്കുക എന്നിക്ക പറയുമ്പോഴേക്കും അപ്പോൾ അഭിനയിച്ചതാണല്ലേ എന്ന് രേവതി ചോദിച്ചു. എന്തഭിനയം, ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുക. എന്തൊരു കരച്ചിലായിരുന്നു, അകത്ത് കണ്ട വിഷമമൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുമ്പോഴേക്കും എന്ത് പറയാനാ, പോയവരൊക്കെ പോയി, അതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ നമ്മുടെ ഇളയച്ചനിക്ക ചോദിക്കുമ്പോൾ. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ എല്ലാം കള്ളമല്ലേ എന്ന് ചോദിച്ചു സച്ചി ഇയാളോട്. കള്ളമോ? ഞാനെന്തിനും കള്ളം പറയണം, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അല്ല, ശ്രുതിയുടെ അച്ഛൻ്റെ മരണവിവരം നേരിട്ട് വന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, എന്താ കാരണമെന്ന് രേവതി ചോദിക്കുമ്പം അത് പിന്നെ അതെ, ഞാൻ വിളിച്ച് പറഞ്ഞാലേ ശ്രുതി അപ്പം തന്നെ മലേഷ്യയിലേക്ക് വന്നാലേ അവളെ അവർ കൊല്ലും. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് വന്നതെന്നൊക്കെ ഇവരോട് ഇക്ക പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം നോക്കാൻ നോക്കുമ്പോൾ നിൽക്ക് അങ്ങനെ അങ്ങ് പോവല്ലേ, അവിടെ നിൽക്കാൻ പറഞ്ഞു സച്ചി. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനായ ഒരു ബിസിനസ്മാൻ അല്ലേ എന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടാൽ അത് വാർത്തയാവേണ്ടതല്ലേ എന്ന് സച്ചി ചോദിച്ചു. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി. മലയാളി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പത്രത്തിലും ടി വിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം എന്തായാലും ഉറപ്പായിട്ടും വരും. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പം അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അധികൃതർ പുറത്തുവിട്ടത് അദ്ദേഹത്തിൻ്റെ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് കൊലപാതക വാർത്ത ഒന്നിലും വരാത്തത്. അപ്പോൾ എനിക്ക് സമയമായി, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അല്ല ഈ വണ്ടി വിട്ടോ, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പം അത് വേണ്ട, ഡ്രൈവർ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഞാൻ ഇതിൽ പോയിക്കോളാമെന്നും പറഞ്ഞ് നമ്മുടെ ഇളയച്ചൻ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുക. ഡ്രൈവർ വണ്ടി വിട്ടോ, കടയിലേക്ക് അല്ല എയർപോർട്ടിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വണ്ടിയെ കയറി അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ വീരാനിക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയോ ചതി ഉണ്ടെന്ന് തന്നെ പറയുവാട്ടോ. ഇവിടെ നടന്നത് മുഴുവനും അഭിനയമാണെന്നും ആദ്യം കടയിലേക്ക് വിടുന്നല്ലേ പറഞ്ഞത്, പിന്നെ അത് തിരുത്തി അയാൾ. എന്തൊക്കെയുണ്ടല്ലോ രേവതിയും, അകത്തുള്ളത് കള്ളി, ഈ പോയത് കള്ളൻ. നമുക്ക് നോക്കാം എവിടെ വരെ പോകുമെന്നും പറഞ്ഞ് സച്ചിൻ രേവതിയും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അമ്മ മടിയിലെ മകളെ കിടത്തി ഭയങ്കര സമാധാനിപ്പിക്കൽ. മകളാണേ ഭയങ്കര കരച്ചിലായിരിക്കൽ. ഇന്ന് ശ്രുതി കരയല്ലേ ശ്രുതി എന്നും പറഞ്ഞു, കരയല്ലേ മോളെ എന്ന് പറഞ്ഞ അമ്മ ഒക്കെ വിധിയെന്നല്ലാതെ എന്നാ പറയാനാ എന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ അച്ഛന് അവസാനമായിട്ട് ഒരു നോക്ക് പോലും കാണാൻ പറ്റിയില്ലല്ലോ ആൻറ്റി എന്നും പറഞ്ഞു ശ്രുതി ഭയങ്കര കരച്ചിൽ. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഉണ്ടാക്കിയ കരച്ചിൽ കരഞ്ഞ് ശ്രുതി മടുത്തു. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അച്ഛനെ കാണാമെന്നായിരുന്നു ഞാൻ കരുതിയത്, അത്രമാത്രം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഇനി അതൊന്നും നടക്കില്ലല്ലോ എന്നും പറഞ്ഞ് കരയണേ. അങ്ങനെ അതേ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനെ ചെന്ന് കാണണം, അച്ഛൻ്റെ കൂടെ കുറച്ച് നാൾ കഴിയണമെന്നൊക്കെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാ, എന്തൊരു വിധിയാ ദൈവമേ ഇത് എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ആ സമയത്ത് എനിക്കിപ്പോൾ ആരും ഇല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നിനക്ക് ഞങ്ങളൊക്കെ അല്ലേ ഉള്ളതെന്ന് ചന്ദ്ര. അപ്പോഴും ശ്രുതി മോൾ ഇങ്ങനെ ഭയങ്കര കരച്ചിലാകട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ കിടക്കുന്നു. അപ്പോൾ ആരും ഇല്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട, സ്വന്തം മോളായിട്ടല്ലേ ഞാൻ നിന്നെ കാണുന്നത്, എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് ശ്രുതി കരയുന്നു. ശ്രുതിയും സൈഡിൽ നിന്ന് ഭയങ്കര കരച്ചില്ല. രവിയേട്ടൻ പുറത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ട് വന്നു. ശ്രുതിയെടുത്തിയുടെ അച്ഛൻ മരിച്ച കാരണം അച്ഛമ്മയെ അറിയിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, അറിയിക്കണ്ടേ ഞങ്ങളെന്ത് വർഷ ചോദിക്കുമ്പം മരിച്ചവരോ പോയി, പിന്നെ എന്തിനാ വെറുതെ അമ്മയെ കൂടെ വിവരങ്ങൾ അറിയിച്ച് വിഷമിപ്പിക്കുന്നത്, ഇപ്പം അതൊന്നും അറിയിക്കേണ്ട കാര്യമില്ല, സാവകാശം അതൊക്കെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുക. അപ്പോൾ ഇവർ ആയിക്കോട്ടെ എന്നുള്ള നീക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമ പറന്ന് കയറി വരുന്നു. ഭാമാൻ്റെ ആണല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് നേരം അപ്പോൾ ഓടി കയറി വന്ന്, രവിയേട്ടാ അതെ ഭാമയെല്ലാം അറിഞ്ഞിട്ടാണോ വന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചു. അപ്പോൾ അതെ, ചന്ദ്ര വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ശ്രുതിമോൾ ഇത് എങ്ങനെ സഹിക്കും എന്നും ചോദിച്ച് ഭാമയും ചോദിക്കും കേട്ടോ. രവിയേട്ടനൊക്കെ ഭയങ്കര സങ്കടത്തിൻ്റെ ആ ഒരു മൂഡിൽ ഇങ്ങനെ ഇരിക്കും. അവൾ എവിടെയാണ് രവിയേട്ടാ എന്ന് ചോദിക്കുമ്പം ചന്ദ്രയുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ചന്ദ്രയുടെ അടുത്തേക്ക് ഭാമയെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവിടെ എണ്ണിപ്പറക്കി കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ശ്രുതിമോള്
അയ്യോ അയ്യോ എന്നും പറഞ്ഞോണ്ട് ദേ നമ്മുടെ ചന്ദ്രക്കിട്ട് കുറേ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് അയ്യോ മോളെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ബാമാൻറ്റി വന്നു. ആൻറ്റി എൻ്റെ അച്ഛൻ പോയ ആൻറ്റി എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല. എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞ ആൻറ്റി, നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ മോളെ എന്നായി പിന്നെ ബാമാൻറ്റി. അമ്മയും പോയി അച്ഛനും പോയി, അനാഥയായല്ലോ നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൻറ്റി അവൾ എങ്ങനെ അനാഥയാവാനാണെന്ന് ശ്രുതി, ഞങ്ങളൊക്കെ ഇല്ലേ അവൾക്ക്. അപ്പോൾ കുറച്ച് കാലമായി നിനക്ക് മോശം സമയമാണല്ലോ മോളെ. ദേ എന്തൊക്കെയാ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോ എൻ്റെ ദൈവമേ എങ്ങനെ സഹിക്കൂ ഇതൊക്കെ എന്നും ചോദിച്ച് ഭാമ ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അതുപോലെ തന്നെ ശ്രുതിയും ഭയങ്കര ഒച്ചത്തിൽ കരയുന്നു. അപ്പം മോളെ നീ കരയല്ലേ, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ശ്രുതി കരുമ്പോൾ ശ്രുതി നീ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതി മോള് കരയല്ലേ എന്ന് ചന്ദ്ര. അപ്പം ചന്ദ്രേ ദേ നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമ ചന്ദ്രയെ വിളിക്കും. അപ്പം എന്താ ഒരു കാര്യം പറയാനാണ്, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു ഭാമ എന്നിട്ട് ചന്ദ്രയെ വിളിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് മാറിപ്പോകും. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കോട്ടെ എന്തിനായിരിക്കും വിളിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി അടുത്തിരിക്കുന്നത് കൊണ്ട് കരയാതിരിക്കാനും പറ്റില്ലല്ലോ. അമ്മ മോൾക്ക് തലേണയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോയത്. ശ്രുതി നോക്കുമ്പോൾ ശ്രുതി അതിനേക്കാളും വലിയ കരച്ചിൽ. ശ്രുതി എന്നിട്ട് ഇങ്ങനെ ഓട്ടക്കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്ന് പറഞ്ഞ് വച്ച് കേൾപ്പിക്കാം. എന്തിനായിരിക്കും ഇപ്പം ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പോയത്, എന്തെങ്കിലും സംശയം കാണുമോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്ന് പിന്നെയും കരച്ചിലാട്ടോ. ശ്രുതിയാണെങ്കിൽ സ്വന്തം ദേഹത്തൊക്കെ അടിച്ച് നോവിപ്പിച്ച് കരയുക. അയ്യോ മലേഷ്യയിൽ ഇനി എനിക്ക് ആരുണ്ട് എന്നും ചോദിച്ചാൽ ശ്രുതി കരയുന്ന. എൻ്റെ അച്ഛൻ പോയേന്നും പറഞ്ഞ് കരയുമ്പോഴത്തേക്കും എന്നും പറഞ്ഞ് ശ്രുതി ഷോ നാശം, ഈ പൊട്ടനെ കൊണ്ട് തോറ്റല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ കിടക്കുവാണ്. ഈ സമയത്ത് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ഭാമ തട്ടി പറിച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ട് ചന്ദ്ര അവിടെ പിടിച്ചിരുത്തി. എന്താ ഭാമയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതെ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ ശ്രുതിക്ക് കിട്ടത്തില്ലേ എന്ന് ഭാമ ചോദിക്കും. അപ്പം എങ്ങനെ കിട്ടാതിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളല്ലേ ശ്രുതി, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശി ശ്രുതി മാത്രമാണെന്ന് ചന്ദ്ര. അപ്പം നീ നിൻ്റെ മകനും രക്ഷപ്പെട്ടല്ലേ എന്ന് ചോദിക്കുമ്പം പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് ചന്ദ്ര. സ്വത്തെ കേസിലാണ് ഉള്ളത്, അതുകൊണ്ട് അത് ശ്രുതിയുടെ കയ്യിലെത്താൻ കുറച്ച് സമയം എടുക്കുമെന്ന് ചന്ദ്ര പറയാം. അദ്ദേഹം മരിച്ചില്ലേ പിന്നെന്ത് കേസാണെന്ന് ചോദിക്കുകയാണേ. അതൊന്നും എനിക്കറിയത്തില്ല, കേസ് നടക്കുകയാണെന്ന് എനിക്കറിയാം. എന്തു വന്നാലും കേസ് ജയിക്കും, വിധി അനുകൂലമാകും, അച്ഛൻ്റെ സ്വത്ത് വകകൾ കിട്ടുമെന്നാ ഇവളുടെ ഇളയച്ചൻ പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം പറയുന്നു ചന്ദ്ര. കേസിൻ്റെ വിധി ഒന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ. ഇതിപ്പോൾ സ്വാഭാവിക മരണമല്ല, ശത്രുക്കൾ കൊന്നുകളഞ്ഞതാ. മരണാനന്തരം ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തും കാണില്ല അല്ലേ. ആര് ചെയ്യാൻ, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പം മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടിയില്ലെങ്കിലേ ജീവിച്ചിരിക്കുന്ന ഒറ്റ ബന്ധുക്കൾക്ക് പല ദോഷങ്ങളും ഉണ്ടാവത്തില്ലേന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളല്ലേ ശ്രുതി, അവളുടെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയില്ലെങ്കിലേ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, അത് ഉറപ്പാണെന്ന് ഭാമ പറഞ്ഞു കൊടുക്കുക. ഓശോ അവൾക്കേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല, സമാധാനം ഉണ്ടാവത്തില്ല, ഒന്ന് നേരെ ചുവന കാര്യങ്ങൾ നടക്കുകയില്ല. എന്തിന് ഈ കേസ് പോലും ഒരു പക്ഷെ തോറ്റുപോയേക്കാന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്ന് ചന്ദ്ര. സംഭവിക്കും, നീ നോക്കിക്കോ. അതെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാം നശിക്കും, നീ കണ്ടോ, വിധി എതിരായിരിക്കുമെന്നും ഭാമ പറയാം. ശ്രുതിയുടെ അച്ഛൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെടും, ഒന്നും അവൾക്ക് കിട്ടാനും പോകുന്നില്ല എന്നും പറഞ്ഞു. എൻ്റെ അറിവിൽ തന്നെ എത്ര അനുഭവങ്ങളുണ്ടെന്ന് അറിയാവോ ചന്ദ്രയെന്ന് ചോദിക്കുമ്പം അയ്യോ ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അതെ നീ നോക്ക്, നീ ടെൻഷനൊന്നും ആവണ്ട, പ്രതിവിധിയൊക്കെ ഉണ്ട്. ശ്രുതിയുടെ അച്ഛന് വേണ്ടി അവളെ കൊണ്ട് തന്നെ കർമ്മങ്ങളൊക്കെ നീ ചെയ്യിപ്പിക്കണം. ഓരോ 13 ദിവസം അവൾ ബലിയിടട്ടെ എന്ന് പറയുമ്പം ബലിയിട്ടാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുമോ? ബലിയിട്ടാലേ അവളുടെ അച്ഛന് മോക്ഷം കിട്ടും. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. നാളെ മുതൽ ഞാൻ അവളെ കൊണ്ട് ബലി കർമ്മങ്ങളൊക്കെ ചെയ്യിക്കും എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവളുടെ അച്ഛൻ്റെ സ്വത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചന്ദ്ര ഭാമയോട് ചോദിക്കുക. അങ്ങനെ സ്വത്ത് കിട്ടാൻ വേണ്ടി ചന്ദ്ര ശ്രുതിയെ കൊണ്ട് അവിടെ കർമ്മങ്ങൾ വരെ ചെയ്യിക്കാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചി ആലോചനയായിട്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു. അതെ പാർലറായിട്ട് അവളുടെ ഇളയച്ചനും എഴുതിയ തിരക്കഥയിൽ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ അതിന് മൊത്തം അബദ്ധമല്ലേ സച്ചിയേട്ടാ എന്ന് രേവതി ചോദിച്ചു. പാർലറായിട്ട് അച്ഛൻ ജയിലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു, എന്നാൽ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. അവർ നേരത്തെ തന്നെ ആരെ അറിയിക്കാതെ അവരുടെ അച്ഛൻ്റെ ബോഡി മറവ് ചെയ്തു. ഇതൊക്കെയാണല്ലോ തിരക്കഥയിലുള്ളത്. അതെ
ജയിലിൽ വെച്ച് ഒരാൾ ഡെഡ് ബോഡി മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ആരെ അറിയിക്കാതെ ഒരിക്കലും അതൊന്നും മറവിയില്ല എന്ന് പറയുമ്പം അല്ല കൊന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നല്ലേ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുമ്പോൾ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജയിൽ അധികൃതർക്ക് ഡെഡ് ബോഡി വിട്ടുകൊടുക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ആരെ അറിയിക്കാതെ മറവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക. അന്നേരം രേവതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞാണ് മരണവിവരം പുറത്തു വിട്ടതെന്ന് പറഞ്ഞു. ഈ വൈകി പുറത്ത് പറയുന്നവർക്ക് നേരത്തെ പറഞ്ഞാൽ എന്താ കുഴപ്പം? വെപ്രാളത്തിന് കള്ളം പറയുമ്പോഴേ അവരതൊന്നും ആലോചിച്ച് കാണത്തില്ല അല്ലേ സച്ചേട്ടാ? അപ്പോൾ പാർലറേട്ടത്തി ഒന്നിനു പുറകെ ഒന്നൊന്നായി നിരന്തരം കള്ളങ്ങൾ പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം സച്ചി പറഞ്ഞു. അവളുടെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഒരാളും അങ്ങനൊരു കള്ളമൊന്നും പറയില്ല. അവൾ അങ്ങനെ പറയണമെങ്കിലേ വലിയൊരു രഹസ്യം അവൾ മൂടി വെക്കുന്നുണ്ടെന്ന് സച്ചി പറയാം. എന്തൊക്കെയോ ഉണ്ട് രേവതി, അത് ഉറപ്പാ. അവളുടെയും സുധിയുടെയും കല്യാണം നടക്കുമ്പോൾ അച്ഛൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്, പിന്നീട് വരുമെന്ന് അവൾ പറഞ്ഞു. അതിനുശേഷം ഇളയച്ചൻ എന്ന് പറയുന്ന ഒരാൾ വന്നു. അദ്ദേഹവും വന്ന് കുറേ കഥകൾ ഇവിടെ പറഞ്ഞു. താലി പിരിച്ച് കോർക്കൽ ചടങ്ങിന് അച്ഛൻ വരുമെന്നും പറഞ്ഞു വലിയ ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ വന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ അച്ഛനെ എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പിന്നീട് അവരുടെ ഇളയച്ചൻ വന്ന് നമ്മളോട് പറഞ്ഞു. അദ്ദേഹം ജയിലിലായെന്നും പറഞ്ഞു. അപ്പം ഈ ഇളയച്ചൻ ഇങ്ങനൊരു കഥകൾ പറയാനായിട്ടാണ് ഇവിടേക്ക് വരുന്നത് തന്നെയല്ലേ സച്ചേട്ടാ? അപ്പോൾ അതൊക്കെ കേട്ടപ്പം നമ്മൾ മലേഷ്യയിൽ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ 2-ാം ദിവസം പാർലറെടുത്തിട്ട് അച്ഛൻ മരിച്ചു എന്ന് ഇളയച്ചൻ വന്നു പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ എന്താ രേവതി മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നമ്മൾ സംശയിച്ചതുപോലെ തന്നെയല്ലേ സച്ചേട്ടാ കാര്യങ്ങൾ? അവൾക്ക് അവിടെ അച്ഛനും ഇല്ല, ഇളയച്ചനും ഇല്ല, സ്വത്തും ഇല്ല. ശരിയല്ലേ? നമ്മൾ മലേഷ്യയിൽ ചെന്ന അവരുടെ കള്ളത്തരെല്ലാം പൊളിയും. സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മരണവാർത്തയായിട്ട് ഇളയച്ചൻ വന്നതെന്ന കാര്യവും പറയുക. എന്തായാലും ആ ആളെ ശ്രുതി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെയാണ്, അത് ഉറപ്പാണെന്ന് രേവതി പറയുമ്പോൾ കറക്റ്റ് രേവതി. നമുക്കിതൊക്കെ ഒന്ന് അച്ഛനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. തെളിവില്ലാതെ പറഞ്ഞാൽ അവസാനം നമ്മളാകും കുറ്റക്കാർ. അതുകൊണ്ട് അതിന് പോകണ്ട സച്ചേട്ടാ. കുറച്ചുകൂടി അങ്ങ് വെയിറ്റ് ചെയ്യുന്ന സച്ചിട്ടാ നല്ലതെന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്യാം അല്ലേ? കൂടുതൽ കാത്തിരിക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല. വൈകാതെ തന്നെ എല്ലാവർക്കും മുന്നിൽ അവൾക്ക് സത്യം പറയേണ്ടതായിട്ട് വരും. അവളെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ആ ഒരു പ്രതിജ്ഞ എടുക്കുക രേവതി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സുധി അമ്മയുടെ മടിയിൽ കിടന്ന് വലിയവായി കരഞ്ഞുകൊണ്ടിരിക്കുക. കരയാതെ മോനെ കരയാതെ എന്നും പറഞ്ഞ അമ്മ. അപ്പോൾ കരയാതെ ഏട്ടാന്ന് ശ്രീകാന്ത് തൊട്ടരികിൽ അച്ഛൻ ഇങ്ങനെ താടയ്ക്ക് കൈയും കൊടുത്തിരിപ്പുണ്ട്. ശ്രുതി എടുത്തിട്ട് അച്ഛനെ എല്ലാവരും മുന്നേ പോയി കാണേണ്ടതായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എന്നും പറഞ്ഞിരിക്കുക അമ്മ. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞത് ശരിയാ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ശ്രുതിയും അച്ഛനും തമ്മിലാണെങ്കിലോ ചെറിയ പിണക്കത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ മോളോടുള്ള ഇഷ്ടത്തിന് അതിനൊരു കുറവുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതുകൊണ്ടാണല്ലോ എടുത്ത് ചോദിക്കുമ്പോൾ കാശ് അയച്ചു കൊടുക്കുന്നത് എന്ന് ശ്രീകാന്ത് പറയുക. ഇനി ഏതായാലും അതുണ്ടാവില്ല പാവേട്ടത്തി എന്ന് പറയുമ്പം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നെഞ്ചത്തടിച്ചിരുന്ന് കരയുന്നു. ശ്രുതി അതുപോലെ തന്നെ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. ഈ പ്രകടനങ്ങളൊക്കെ കാണും കേട്ടോ. നീ വാ എന്നും പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് ഇവരുടെ എല്ലാവരുടെ അടുത്തേക്ക് വരുന്നു. ഡാ നീ ഓരോന്ന് പറഞ്ഞ് അമ്മയെ കൂടുതൽ കരയിപ്പിക്കില്ലേ എന്ന് സച്ചി. പാപം കരഞ്ഞ് കണ്ണീര് പറ്റിയിരിക്കുകയാണെന്ന് സച്ചി പറയാട്ടോ. സച്ചിടം ചുമ്മാ ഇരുന്നേ, ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ, വല്ലാത്തൊരു ഷോക്കായി പോയെന്ന് ശ്രീകാന്ത് പറയുമ്പം അതെ ഭയങ്കര ഷോക്കായി പോയെന്ന് നമ്മുടെ സച്ചി. പോടാ എന്നും പറഞ്ഞിരിക്കുക ചന്ദ്ര. ശ്രീകാന്ത് അന്നേരം ശ്രുതിയെടുത്ത് എന്തായാലും വിഷമത്തിൽ നിന്ന് റിക്കവർ ആകാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അവൾ എപ്പോഴേ റിക്കവറായി? റിക്കവർ ആകാത്ത ആരാണെന്നറിയാം, ഇവർ രണ്ടുപേരും ആണെന്ന് നമ്മുടെ സച്ചി പറയുന്നു. ഇവർ രണ്ടുപേരും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. രേവതി ഇതൊക്കെ കണ്ട് ഇങ്ങനെ താഴേക്ക് കൈ കൊടുത്തേക്ക് നിൽക്കാം. രണ്ടുപേരും ഈ കരച്ചിലൊന്നും ആദ്യം നിർത്താവോ എന്ന് ചോദിച്ചു. പാർലറെടുത്തിൽ അച്ഛൻ മരിച്ചു പോയാലും ഇപ്പം എന്താ? അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ അവിടെ തന്നെ ഇല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ചന്ദ്രയുടെ കരച്ചിൽ നിന്നും പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? അപ്പോഴത്തേക്കും ശ്രുതി പറന്നു വരുക അവിടുന്ന് റൂമിൽ നിന്ന് ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാനായിട്ട്. ആ സമയത്ത് ചന്ദ്രയുടെ കരച്ചിലും നിന്നു, ശ്രുതിയുടെ കരച്ചിലും നിന്നു. അപ്പം കണ്ട ഞാൻ പറഞ്ഞു തീർന്നില്ല, അപ്പം തന്നെ കരച്ചിലും നിർത്തിയത് കണ്ടോ എന്ന് നമ്മുടെ സച്ചി പറയുക കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശ്രുതി ദൈവം ഇവൻ എന്നെ പരിപാടി ഒപ്പിക്കാനാന്ന് ഓർത്ത് പേടിച്ച് കുറച്ച് അവിടെ നിൽക്കുവാണ്. അപ്പോൾ എടാ സച്ചി നീ മിണ്ടാതിരിക്കുന്നോ നിനക്ക് നല്ലതെന്ന് പറയുമ്പം അച്ഛാ ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ഇളയച്ചൻ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അവളുടെ ഒരു കാര്യത്തിനും കുറവുണ്ടാകാൻ പാടില്ല. പാവം അവളുടെ അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ സച്ചി. ഇവൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്ത് ശ്രുതി അവിടെ നിൽക്കുക കേട്ടോ. വാതിലിൻ്റെ മറവിൽ അവളുടെ അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമെങ്കിലും അവൾക്കൊന്ന് കാണണ്ടേ. അതുകൊണ്ട് നമുക്ക് മലേഷ്യയിലേക്ക് പോകുമ്പോൾ പാർലറടുത്തേയും കൂടെ കൂട്ടാമെന്ന് സച്ചി കിടക്കുന്നു ചട്ടിയെങ്കിലും. പിന്നെയും പണിയായി.
ഇവർ ഇനിയും ഇത് വിട്ടില്ലേ എന്ന് നമ്മുടെ ശ്രുതി. ഓ, ശ്രുതി അവിടെ പൂക്കളൊക്കെ അർപ്പിച്ച് അവരുടെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കുറച്ച് സമാധാനമെങ്കിലും കിട്ടുമെന്ന് രേവതിയും പറഞ്ഞു. എൻ്റെ ദൈവമേ, നാശം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അച്ഛാ, അതൊന്നും വേണ്ട അച്ഛാ. ശ്രുതിക്ക് മലേഷ്യയിൽ പോകാനായിട്ട് ഒരു താല്പര്യം ഇല്ലയെന്ന് ശ്രുതി. അത് നേരത്തെ തന്നെ അവൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കാം. അച്ഛനെ ജയിലിൽ പോയി കണ്ട വിഷമാകും എന്നുള്ളത് കൊണ്ടല്ലേ അവൾ നേരത്തെ അങ്ങനെ പറഞ്ഞത് എന്ന് രേവതി അന്നേരം ചോദിക്കാം കേട്ടോ. ഇപ്പം അച്ഛൻ ജയിലിലല്ലല്ലോ, മണ്ണിനടിയിൽ പോയില്ലേ എന്ന് സച്ചി. ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ശ്രുതിയെ. ജീവനുള്ളപ്പോൾ പോയി കണ്ടില്ല, അദ്ദേഹം ഒന്നേക്കുമായി ഉറങ്ങുന്ന സ്ഥലമെങ്കിലും പോയി കണ്ടേ അച്ഛാന്ന് സച്ചി ചോദിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കൂടെ അവളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാണോ എന്ന് ശ്രുതി ചോദിച്ചു. ശ്രുതി മലേഷ്യയിലേക്ക് ചെന്ന അവളുടെ അച്ഛൻ്റെ ശത്രുക്കളും അവളെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കുമ്പം അതെ ശരിയാ എന്ന് ചന്ദ്ര. എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതി. പിന്നെ എന്നിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് ഒച്ച വയ്ക്കുക സച്ചിയോട്. അപ്പോൾ വേണ്ട, അതൊന്നും വേണ്ട, ശ്രുതി മലേഷ്യയിലേക്ക് പോകണ്ട, അവളവിടെ പോകുന്നതേ അപകട എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയിൽ നിന്ന് പറയുന്നു. എന്നാൽ നിങ്ങളും പോകണ്ട എന്ന് ശ്രുതി പറയുമ്പം അവൾ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങളെല്ലാവരും എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോവുകയും ചെയ്യും നമ്മുടെ സച്ചി. കിടക്കുന്ന ശ്രുതിക്ക് വീണ്ടും ടെൻഷൻ. ഒരല്പമെങ്കിലും മനസാക്ഷി വേണോടാ, ഈ ഒരു അവസ്ഥയിൽ ജോളി അടിച്ച് ടൂറിനൊക്കെ പോകുന്നത് ശരിയാണോടാ എന്നൊക്കെ ചോദിക്കണു. ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറല്ലേടാ, എൻ്റെ ഭാര്യയുടെ അച്ഛനല്ലേടാ മരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം ജോളി അടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോകുന്നത്, പലരിടത്തിൽ അച്ഛനെ അടക്കിയ സ്ഥലം ഒന്ന് കാണണം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭാര്യയും ബന്ധുക്കളും ഒന്ന് സമാധാനിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിക്കാം. ശ്രുതിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകണ്ടേ, പോയില്ലെങ്കിൽ അത് മോശമല്ലേ എന്നൊക്കെ രേവതിയും ചോദിച്ചു കേട്ടോ. പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇവിടുന്ന് ആരും പോയില്ല, പിന്നെ ഇതിന് മരിച്ചതിന് ശേഷം അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പം ജീവിച്ചിരിക്കുമ്പോൾ പോയില്ലല്ലോ, അതിൻ്റെ ഒരു കുറ്റബോധം ഇല്ലേടാ, അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്ന് സച്ചി അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്രൻ. അതുമാത്രമല്ല, പാർലറെടുത്തിട്ട് അച്ഛൻ്റെ മരണം ഒരു കൊലപാതകമാണെന്നല്ലേ പറയുന്നത്, സ്വത്തുവകകളൊക്കെ കേസിൽപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു, കൊലപാതകികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കേസ് നല്ല രീതിയിൽ നടത്താനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുവാണ്, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള കാര്യങ്ങളും സച്ചി പറയണം. അപ്പോൾ ശ്രുതി, നിന്റെ സഹായം തൽക്കാലം അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു, അവരെ കോടീശ്വരി. അന്നേരം അത് കേട്ടപ്പം കാശ് കൊണ്ടുള്ള സഹായമൊന്നും അല്ല സച്ചേട്ടൻ ഉദ്ദേശിച്ചത്, എന്തായാലും ഒരു തരത്തിലുള്ള സഹായവും തൽക്കാലം വേണ്ട എന്ന് ശ്രുതി. അവളുടെ കുടുംബകാര്യത്തിൽ നിങ്ങളാരും തലയിടണ്ട, അതവൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ചോദിക്കുമ്പോൾ ശരി ആയിക്കോട്ടെ, എന്നാലും ഞങ്ങൾ എന്തായാലും മലേഷ്യക്ക് പോകുന്നുണ്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു. ശ്രുതി പിന്നെയും കിടക്കുന്നു എൻ്റെ പൊന്നോന്നും പറഞ്ഞ്. അന്നേരം സച്ചി, നീ പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പം നമ്മൾ മലേഷ്യക്ക് പോകണ്ട എന്ന് രവിയേട്ടൻ. അച്ഛാ അത് നമ്മൾ സച്ചി ഇരിക്കുമ്പം ഈ ഒരു അവസ്ഥയിലേ നമ്മളെല്ലാവരും ശ്രുതിമോളുടെ ഒപ്പം ഉണ്ടാകണമെന്ന് അച്ഛൻ പറഞ്ഞു, മലേഷ്യയിലേക്ക് പോണ ആ ഒരു യാത്ര തൽക്കാലം നീ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു രവിയേട്ടൻ. അപ്പം ശ്രുതിക്ക് ആശ്വാസമായി. അതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും ഇരിക്കുന്നു. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളി ചാടുക കേട്ടോ. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അച്ഛനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സച്ചിയെ രേവതി ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ അയാൾ സമ്മതിക്കില്ല. അയാൾ അങ്ങ് അത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ സച്ചിക്കും രേവതിക്കും ദേഷ്യം വന്നു കേട്ടോ. അവരിങ്ങനെ നിൽക്കുക. സമയത്ത് ശ്രുതി പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ഭയങ്കര സന്തോഷത്തോടെ, ജയിച്ച സന്തോഷത്തോടെ. അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കാം, തൽക്കാലം രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ ശ്രുതിമോൾ ഇങ്ങനെ അവിടെ ചിരിച്ച് സമാധാനമായിട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ശ്രുതി ഇറങ്ങി വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ മുഖത്ത് പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടു. ആ സമയത്ത് ശ്രുതി വന്നിട്ട് ശ്രുതി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, അവരാരും മലേഷ്യയിലേക്ക് പോകുന്നില്ല, ആ ട്രിപ്പ് വേണ്ടെന്ന് വെച്ചു, ഇപ്പം ഹാപ്പി ആയില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് ഇത് കേട്ടോണ്ടാണ് നമ്മുടെ സച്ചിയും രേവതിയും വരുന്നത്. സന്തോഷമായോ എന്ന് ചോദിച്ച്. അപ്പോഴേക്കും എന്താ കാര്യം, പാർലറടുത്ത് ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ അല്ലേ, അപ്പോൾ എനിക്കെന്തിനാ സന്തോഷമെന്ന് ചോദിച്ചു. അത് നിനക്കും അറിയാം ഞങ്ങൾക്കും അറിയാം അല്ലേ രേവതി എന്ന് സച്ചി ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു സച്ചിയോട് രേവതി. ഇത് കേട്ടപ്പോഴത്തേനും ഇങ്ങനെ കാലിപ്പൻ്റെ കണ്ണുമായിട്ട് ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണത്തില്ല. എല്ലാവർക്കും ടാറ്റാ.